ആള് വരുന്നടാ. എത്ര ലക്ഷം രൂപയായാലും കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ ഇതെന്താ സ്കൂളിൽ കിട്ടുന്ന ഉപ്പാവാണോ? അങ്ങനെ പറയരുത് സ്വാമി. ഇപ്പൊ തന്നെ 20 ലക്ഷം രൂപ അനാഥ മന്ദിരത്തിന് പുളിങ്കുരു എണ്ണി കൊടുക്കണ പോലെ കൊടുത്തില്ലേ? ഇനിയും കൊടുക്കും. എനിക്ക് എന്തിനാ കാറും ബംഗ്ലാവും ഒക്കെ? അങ്ങനെ ഒരു ജീവിതം നാം കാക്ഷിക്കുന്നില്ലല്ലോ. അതറിയാം. എന്നാലും ഇന്ത്യയിൽ തന്നെയുള്ള നമ്മുടെ മറ്റ് ആശ്രമങ്ങൾ സന്ദർശിക്കാൻ സ്വന്തമായ ഒരു വിമാനം വാങ്ങിച്ചൂടെ? എത്ര കാലം എന്ന് വെച്ചിട്ടാ സമയനിഷ്ഠയും വൃത്തിയില്ലാത്ത നമ്മുടെ സർക്കാരിന്റെ വിമാനത്തിൽ യാത്ര ചെയ്യാ? വിമാനം വേണേ 1-2 വാങ്ങിക്കാം. ബാക്കിയുള്ള കാശ് അനാഥ മന്ദിരത്തിന് കൊടുക്കാലോ. അനാഥ മന്ദിരത്തിലേക്കുള്ള കൊടുപ്പും നിർത്തിക്കൂടെ? ഏതാനും ചില ലക്ഷങ്ങൾ സ്വാമിയുടെ ബന്ധുക്കൾ കൊടുത്തൂടെ? എനിക്ക് ബന്ധുക്കളും ലൗകിക ജീവിത കാലത്ത് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഏത് ബന്ധുക്കൾ? തമിഴിലൊരു ചൊല്ലുണ്ട്, തമ്പി ഉനക്ക് എതുക്ക് ബന്ധുക്കൾ ശത്രുക്കൾ. കേട്ടിട്ടില്ലേ? ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോളൂ. നടപ്പിന് ലേശം വേഗത കൂട്ടുക. കാത്തിരിപ്പുണ്ടാവോ രോഗികള്? അടുത്ത ആള് വരിക. ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സർവസംഘപരിത്യാഗിയായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വന്ന് എന്റെ സ്വൈര്യം കെടുത്തരുത്. ഞാൻ ബന്ധുവായിട്ടല്ല, രോഗിയായിട്ടാ വന്നിരിക്കുന്നത്. എന്റെ ഇടത് കൈ നിർജീവമാണ്. അങ്ങ് വലിയ സിദ്ധവൈദ്യനാണല്ലോ. സെക്കൻഡ് വെച്ച് രോഗങ്ങൾ മാറ്റുന്ന സിദ്ധവൈദ്യൻ, എന്റെ ഈ കൈ ഒന്ന് ജീവനുള്ളതാക്കി തരണം. ഇടഞ്ഞു നിൽക്കുകയായിരുന്നെങ്കിലും ഒടുക്കം വൈദ്യർക്കൊരു രോഗം വന്നപ്പോ സ്വാമിയുടെ അടുത്ത് തന്നെ വരേണ്ടി വന്നല്ലോ. അതാ ദൈവത്തിന്റെ കളി. കൈ കുഴഞ്ഞുപോയ ഒരു രോഗിയെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും പരീക്ഷണത്തിനാണ് വന്നതെങ്കിൽ അത് വേണ്ട. സ്വന്തം കൂടപ്പിറപ്പിന്റെ കഞ്ഞികൂടി മുട്ടിച്ച് നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ വന്നതെന്ന് കൂട്ടിക്കോ. ഓഹോ, അപ്പൊ അതൊക്കെയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ. നമുക്കിത് നിഷ്പ്രയാസം മാറ്റിക്കളയാം. ആദ്യം എന്റെ ഗുരുവിനെ വന്ദിക്കണം, പിന്നെ എന്നിൽ വിശ്വാസം അർപ്പിക്കണം. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എങ്കിൽ മിനിറ്റുകൾക്കകം ഈ കൈ വീശി വീശി നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകും. ഇതൊരു പ്രത്യേകതരം രോഗമായതുകൊണ്ട് ഒരു പ്രത്യേകതരം മരുന്ന് തന്നെയാണ് ഞാൻ പ്രയോഗിക്കാൻ പോകുന്നത്. തിരുമേനി, എന്ത് മരുന്നാണാവോ? താങ്കളുടെ അറിവിൽപ്പെടാത്ത എത്രയോ പച്ചമരുന്നുകൾ നമ്മുടെ സഹ്യാദ്രി സാനുക്കളിൽ ഇല്ല എന്നുണ്ടോ? ബ്രഹ്മർഷി പരമാനന്ദ ഗുരുവെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാള കാടി കുടിക്കണ മാതിരി ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചോളൂ. ഇതെന്താണെന്ന് പറഞ്ഞില്ല. അതൊരു രോഗി അറിയേണ്ട കാര്യമല്ല, വിശ്വാസമാണ് പ്രധാനം. പിന്നെ താങ്കൾ ഒരു വൈദ്യൻ കൂടി ആയതുകൊണ്ട് ഞാൻ സത്യം പറയാം. ഇത് ഉമ്മത്തിൻ കായ അരച്ചു കലക്കിയതാണ്. എടാ ദ്രോഹി, ഇരിക്കാനാ പറഞ്ഞത്. ഇവിടെ എന്റെ നിയമമാണ്. മരുന്ന് കുടിക്കൂ. ഉമ്മത്തിൻകായ അരച്ച് കലക്കി കുടിച്ചാൽ ചത്തുപോകുന്ന ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഉമ്മത്തിൻകായ വിഷമാണെന്ന് എല്ലാവർക്കും അറിയൂ. പക്ഷെ ഈ പ്രത്യേക വാതരോഗത്തിന് ഉമ്മത്തിൻകായ ഔഷധത്തിന്റെ ഫലം ചെയ്യുന്ന പലർക്കും അറിയില്ല. ഓഹോ, എന്നാ തിരുമേനി ഇതിന്നൊരു കവളം കൊണ്ട് കുടിക്കുക. എന്നിട്ട് ഞാൻ കുടിച്ചോളാം. വാതരോഗം ഇല്ലാത്തയാൾ ഇത് കുടിച്ചാൽ അപ്പ തട്ടിപ്പോ. താങ്കൾക്ക് വാതരോഗമുണ്ടല്ലോ, അതുകൊണ്ട് ധൈര്യമായി കുടിച്ചോളൂ. കഴിക്കൂ. എന്റെ കർത്താവ്, ഇതൊരു മെനക്കെട്ട ജോലിയാണല്ലോ. നേരത്തെ തന്നെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ? നല്ല മുഖപരിചയം തോന്നുന്നു. എന്റെ അപ്പൻ നമ്പൂതിരി ഒരു സ്ത്രീലമ്പടനായിരുന്നു. ചിലപ്പോ അദ്ദേഹം താങ്കളുടെ ആ വഴിക്കൊക്കെ വന്നിട്ടാവണം. എനിക്കും അപ്പനും ഒരേ ചായന്യ. ചാക്കോ, ഏത് ആ മുറിയുടെ മൂലയിലുണ്ടായിരുന്ന ചാക്കോ? അതിൽ തുളസിയിലായിട്ട് വെച്ചിരിക്കുക. അതെ, ആ ചാക്കോ തന്നെ. ആ സ്വാമി, ഒരു മഹാരോഗി നേരം തെറ്റി കാണാൻ വന്നിരിക്കണു. അയാളോട് പരിശോധന സമയത്ത് വരാൻ പറയൂ. കുഞ്ഞീഷ, കഴിഞ്ഞതൊക്കെ മറക്കണം. ഒന്നുമില്ലേലും ഞാൻ നിന്റെ അമ്മാവനല്ലേ? സർവസംഘപരിത്യാഗിയായ നമുക്ക് അമ്മാവനില്ല, അമ്മായിയില്ല, അമ്മയില്ല, അച്ഛനില്ല. ഒടുവിൽ പറഞ്ഞത് ശരിക്കും സത്യമാണോ സ്വാമി? ഒന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. നിനക്ക് ഇപ്പോഴും ഇന്ദുവിനെ ഇഷ്ടല്ലേ? ഹേയ്, വന്ന കാര്യം വളച്ചു കെട്ടില്ലാണ്ട് പറഞ്ഞു തൊലയ്ക്ക് മനുഷ്യ. ഇന്ദുവിനെ നീ കല്യാണം കഴിക്കണം കുഞ്ഞീഷ. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ? ഉണ്ട് കുഞ്ഞീഷ, നിനക്കേ അതിനുള്ള യോഗ്യതയുള്ളൂ. എന്റെ അനുജൻ ഉണ്ണികൃഷ്ണന് എന്നാണ് ആ യോഗ്യത നഷ്ടപ്പെട്ടത്? എന്തിനാ കുഞ്ഞീഷ എഴുതാപ്പുറം വായിക്കണത്? ആ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. വിചാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊക്കെ ചേർന്നൊരു വിത്തുപാകും.
അതിന് വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു. അങ്ങനെ അത് ചെടിയാകുന്നു, മരമാകുന്നു. ആ മരം കായ്ക്കുന്നു, കായ പഴുക്കുന്നു. അതുപോലെ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ പഴമല്ലേ ഉണ്ണികൃഷ്ണൻ? ആ പഴം ഏതോ കാക്കകൾക്കും പട്ടികൾക്കും എറിഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ നാണമില്ലാതെ എന്റെ മുമ്പിൽ വന്ന് മൂങ്ങുകയാണല്ലേ? മർത്യന് കൈപ്പിഴ ജന്മസിദ്ധനാണല്ലോ കുഞ്ഞീഷ്ണ. കൈപ്പിഴകളെ പറ്റിപ്പോയി, ഒരുപാട് അബദ്ധങ്ങൾ ചെന്ന് ചാടിപ്പോയി. മറക്കണം, പൊറുക്കണം. ഈ അമ്മാവനെ നീ ഒന്ന് സഹായിക്കണം. എന്റെ മകൾക്ക് നീ അല്ലാതെ ആരുമില്ല കുഞ്ഞീഷ്ണ. എന്താ ഉദ്ദേശം? മനസ്സിലായില്ല. ഏട്ടൻ എന്തിനാ വെറുതെ പുറകെ നടന്ന് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല, കാരണം എനിക്കതിനുള്ള സമയമില്ല. ഓഹോ, കള്ളം പറഞ്ഞ് എന്റെ കല്യാണം മുടക്കി, വൃത്തികെട്ടൊരു നാടകം നടത്തി നാട്ടുകാരെ മുഴുവൻ എനിക്കെതിരാക്കി, അന്തസ്സോടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി വെള്ളത്തിലാക്കി. ഒക്കെ ഞാൻ സഹിച്ചു. പക്ഷെ കുട്ടിക്കാലം തൊട്ട് ഒരു മുത്തു പോലെ തേച്ച് മിനിക്ക് മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന എന്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, വിടില്ല ഞാൻ. അതെ, താൻ വരട്ടുണ്ടോ? താൻ വരട്ടിയ വരണ്ടോണ പീക്കറിയല്ലേ ഇദ്ദേഹം. തനിക്കറിയോ, താൻ ഒരു മുത്തുപോലെ തേച്ച് മിനിക്കാ കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഇദ്ദേഹം ആ പെൺകുട്ടി ഒരു കൽപ്പവൃക്ഷം പോലെ കരളിനകത്ത് നട്ടു നനച്ച് വളർത്തിയാ കൊണ്ട് നടന്നേ. അതെങ്ങനെ പിഴുതു കളയാൻ പറ്റുമോ? എന്നോട് ആരും സംസാരിച്ചില്ല. പോ. തിരുമേനി പറഞ്ഞത് ശരിയാണ്. അങ്ങനെ പിഴുതു മാറ്റാൻ പറ്റില്ല. നിന്നേക്കാൾ മുൻപ് ഞാനാണ് അവളെ കണ്ടത്. നിന്നേക്കാൾ മുൻപ് ഞാനാണ് അവളെ സ്നേഹിച്ചത്. അമ്മായിയുടെ അന്ത്യാഭിലാഷം നിന്നേക്കാൾ മുൻപ് ജനിച്ച ഞാൻ അവളെ കെട്ടണമെന്നായിരുന്നു. അമ്മായി അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വല്ല ബോധക്കെട്ടുകൊണ്ട് പറഞ്ഞതായിരിക്കും. അവൾ എന്റെ പെണ്ണ, അവളെ ഞാൻ തന്നെ കിട്ടും. നീ കേട്ടില്ല. ഈ ജന്മം നിനക്കതിന് സാധിക്കില്ല. അതിനുള്ള കരുക്കൾ ഞാൻ നീക്കിക്കഴിഞ്ഞു. വെരി സോറി അനിയ, വെരി സോറി. ഓഹോ, അപ്പൊ വാശിയാണോ? വാശിയാണ്. വാശിയുടെ കാര്യത്തിൽ ഞാൻ ഒട്ടും പുറയിലല്ല. നിനക്ക് ചുണയുണ്ടേ, നീ ചെന്ന് കെട്ടടാ. അപ്പൊ അവസാന തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്നാ കാണാം. ഓ, കാണാം. നിൽക്കൂ. അടിക്കടി വഴക്കിന് വരാണ്ടിരിക്കണതാണ് ആരോഗ്യത്തിന് നല്ലത്. നല്ലൊരു തടിയുണ്ടല്ലോ, അത് കേടാക്കണോ? ഇപ്പൊ ഇതിരിക്കട്ടെ, സമയം വരും. അപ്പൊ താൻ തന്നെ തന്റെ ഗുരുവിന് കൊടുത്തേക്ക്. നൊന്തോ? ലേശം. ഓം ബ്രഹ്മർഷി പരമാനന്ദ ഗുരുവേ നമഃ. എല്ലാരെയും വീടുകളിൽ ചെന്ന് ക്ഷണിക്കാന്ന് വെച്ചാൽ അസാധ്യ കാര്യമാണ്. ഇതാ പിടിച്ചോളൂ. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയ്ക്ക് പ്രത്യേകിച്ച് സ്വന്തക്കാരോ ബന്ധുക്കളോ ഒന്നും ഇല്ലല്ലോ, നാട്ടുകാരാണല്ലോ എല്ലാം. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദ വിവാഹ ക്ഷണപത്രിക. വന്നോളൂ വന്നോളൂ. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദ വിവാഹ ക്ഷണപത്രിക. ഈ വരുന്ന ആഷാഢത്തിലെ ശുക്ലപക്ഷത്തിൽ അടിയൻ പരിണയ വിധേയനാവുകയാണ്. വധു കുമാരി ഇന്ദുലേഖ. ചൈതന്യവത്തായ ഈ മുഹൂർത്തം ധന്യമാക്കുവാൻ താങ്കളുടെയും കുടുംബത്തിന്റെയും സവിശേഷ സാന്നിധ്യം അടിയൻ കാംക്ഷിക്കുന്നു. സ്വാമി കുഞ്ഞീഷ്ണാനന്ദ. അതെ, ഇങ്ങോട്ട് വരൂ. ഇതാണ് നോൻ പറഞ്ഞ മുത്തുപട്ടര്, കൽപ്പാത്തിക്കാരനാ. ഇത്രയും കേമായിട്ട് സദ്യ ഒരുക്കുന്ന ഒരാൾ ഈ ഭൂമി മലയാളത്തിൽ ഇല്ല. ഇനിയോട്ട് ജനിക്കാനും പോണില്ല. ഒക്കെ കേമാവണം. ഒരേ ഒരു മോളാ. ഈ വീട്ടിൽ നിന്ന് വേറൊരു കല്യാണം നടക്കാനില്ല. എല്ലാം കേമാക്കിക്കളയോ? ആ, പായസം 3 വിധത്തിലായിക്കോട്ടെ. അട, പരിപ്പ്, സേമ്യ. ഇത്രയും കേമായിട്ടൊരു സദ്യ ഈ പ്രദേശത്തിൽ ആദ്യം ആവണം. എന്നാ എന്താച്ചാ നോക്കണു. അഭിപ്രായമാണ് കേക്കണ്ട. മാധവമിതിരി വരുന്നുണ്ട്, കുഴപ്പാവോ? ചെമ്പുകുട്ടപ്പാ, വേണ്ടാതീരത്തിന് വന്നാൽ കയ്യും കാലും തല്ലി പിടിച്ച് ദൂരെ കളയും ഞാൻ. ഈ ഇളം പ്രായത്തിൽ ചാവാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ള വരവാണല്ലോ ഇത്. താൻ ക്ഷണിച്ചില്ല ഞാൻ വരൂടോ. ആരുടെ കല്യാണം നടക്കണേ? എന്റെ മക്കളുടെയാ. അതെനിക്ക് തന്റെ കഴിച്ചിട്ടൊന്നും വേണ്ട. ഏതായാലും എല്ലാ ക്ഷമിച്ചളിയും വന്നല്ലോ, എനിക്ക് സന്തോഷായി. എന്റെ മോളെവിടെ? അവൾ ഇത്തിരി വിഷമത്തിലാ. ഞാൻ പറഞ്ഞു മടുത്തു. ഇത് തല്ലാനും കൊല്ലാനൊന്നും എന്നെ കൊണ്ട് വയ്യ. വിഡ്ഢിത്തം പറയാടോ. തല്ലിയും കൊല്ലുന്നല്ല വേണ്ടത്. അനുനയപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കാം. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. എന്താ മോളെ ഇത്? അങ്ങ് പുറത്തേക്ക് മാറി നിൽക്കുക. ഞാൻ എന്റെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം.
എല്ലാം അറിയാവുന്ന അമ്മാവനും ഇതിന് കൂട്ടു നിൽക്കണോ? പറയുന്ന അങ്ങനെ കേൾക്കുക. കാര്യം എന്റെ അളിയനൊക്കെയാ. പക്ഷെ നിന്റെ അച്ഛൻ ഒരു കള്ളച്ചെറ്റയാ. 4 പണം കിട്ടുമെന്ന് അറിഞ്ഞാ അവൻ എന്തിനും മടിക്കില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്ന് കേട്ടിട്ടില്ലേ നീ? പറ്റിയ ഒരു മുള്ളുമായിട്ടാ ഞാനിപ്പോ വന്നിരിക്കണേ. നിനക്ക് അവന്റെ കൂടെ ജീവിക്കണ്ടേ? ഉണ്ണിയുടെ കൂടെ? നിന്റെ അച്ഛന്റെ അരിക്കല് നേരാമണ്ണം നിന്നാൽ അതൊരിക്കലും നടക്കില്ല. ഒരു സ്വല്പം കുരുട്ടുബുദ്ധി ഉപയോഗിക്കണം. ധൈര്യമുണ്ടോ നിനക്ക്? ഇന്ന് രാത്രി ഇവിടുന്ന് പുറത്തു ചാടണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടാ ഞാൻ വന്നിരിക്കണേ. ആവൂ, ഒരു യുദ്ധം ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ അളിയൻ വെള്ളക്കൊടി വീശി. ഈശ്വര, സർവമംഗള സമ്പൂർണം സൗമ്യം കല്യാണഭൂഷണം. സ്വർണ്ണ പാത്രസ്യ ക്ഷീരസ്യ പാഷാണം ബഹുമാരകം. മനസ്സിലായില്ല. എന്താ കുട്ടി ഇത്? അടങ്ങിയിരിക്കെ. കള്ളസിദ്ധൻ, കള്ളസിദ്ധൻ, കള്ളസിദ്ധ, ഇത് കള്ളസിദ്ധ. മോളെ, ഇതിന് വട്ടാണെന്നാ തോന്നണേ. മോളെ, അച്ഛാ, എന്താ മോളെ ഇത്? പോടാച്ചാ. ഇതെന്താ ശിവശങ്കര നായരെ? സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് എന്താ വിളിക്കേണ്ടതെന്ന് അറിയില്ല. അയ്യോ, സന്തോഷം കൊണ്ട് ആരെങ്കിലും സ്വന്തം അച്ഛനോട് പോടാൻ തുടങ്ങി. നോക്കി നിൽക്കാ, താലി എടുത്തു കൊടുക്ക്. കുഞ്ഞീഷ, താലി കെട്ട്. കുഞ്ഞിഷ്ണേട്ടാ, കുഞ്ഞിഷ്ണേട്ടൻ ഇന്ന് കുളിച്ചോ? കുളിച്ചല്ലോ. കണ്ടാ തോന്നൂല. ഓ, ഞാൻ ഒരുപാട് നേരം കുളിച്ചതാ. എന്നാലും ശരിയായില്ല. ഞാൻ കുളിപ്പിച്ചു തരാം. മോളെ, ഞാൻ കുളിപ്പിച്ചു മോളെ, തരാം. അരുത് മോളെ. മോളെ, അയ്യോ മോളെ, എന്താ ഇത്? അരുത് മോളെ. അയ്യോ, ഇതൊക്കെ. മോളെ, ഇത് അങ്ങനെ കാണിക്കുന്നേ. അങ്ങനെയല്ലേ മോളെ. അയ്യോ, എന്താ ഇത്? മോളെ, തലയിടിച്ചോ? അമ്മാവ, എന്ത് സൂക്കടയാൽ നമുക്ക് പിന്നീട് മാറ്റിയെടുക്കാം. മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് ഞാൻ കെട്ടാം. അമ്മാവ് നേരെ പിടിച്ചു തന്നാ മതി. കുഴപ്പമൊന്നുമില്ലല്ലോ. കഷ്ടായി, തലയോട്ടി പിളർന്നില്ല. 12 സ്റ്റിച്ചസേ ഉള്ളൂ. ഇവിടുത്തെ സ്ഥിതി എന്തായി? ഒരു വിധത്തിൽ പിടിച്ചകത്തിട്ട് പൂട്ടി. ഈ നേരം വരെയും ഒച്ചയും ബഹളവും വാതിലും ചവിട്ടലും ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഇത്തിരി അടങ്ങി മട്ടുണ്ട്. ഇന്നലെ രാത്രിയിലെ തല്ലും പിടിയും കണ്ട് പേടിച്ചുണ്ടായതാവാം ഈ വിഭ്രാന്തി. കുഞ്ഞിഷ്ട, എന്റെ മോള്. അമ്മാവൻ ഭയപ്പെടാതിരിക്കെ, ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ടിരിക്കെ. എത്രയോ മാറാ രോഗങ്ങൾ മാറ്റിയിട്ടുള്ള ആളല്ലേ സ്വാമി. ഇതും അങ്ങ് ഏറ്റെടുക്കുക. ഏറ്റെടുക്കാം. പ്രശ്നമൊന്നുമില്ല. എന്നാൽ ചില പ്രശ്നങ്ങളുണ്ട് താനും. അത് ഒരു രോഗി മറ്റൊരു രോഗിയെ ചികിത്സിക്കാൻ പാടില്ല എന്നാ പ്രമാണം. നിലവിളക്ക് കൊണ്ടുള്ള അടി കിട്ടിയ പിന്നെ ഞാനും ഇപ്പൊ ഒരു രോഗിയാണല്ലോ. പിന്നെ ഇപ്പൊ ഇനി എന്താ ചെയ്യാ കുഞ്ഞിഷ്ട? ഇനിയിപ്പോ സാധാരണ മാർഗങ്ങളിലേക്ക് തിരിയാ. ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളും വിദഗ്ധന്മാരായ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എടുക്കുക. കാറ് വെയിറ്റിംഗിലുണ്ട്. ഉവ്വ. കുട്ടിയെ അകത്തേക്ക് എടുത്തവർക്ക് തന്നെ പുറത്തേക്ക് എടുക്കാലോ. അല്ല, ഇപ്പൊ തന്നെ വേണോ? ഇത് മതിഭ്രമ. നിമിഷം കഴിയും തോറും വിഭ്രാന്തി കൂടുകയുള്ളൂ. ഇനി വൈകിക്കണ്ട. എന്താ കണാര, രോഗി ഇറക്കിയല്ലേ? പിന്നെന്താ, നമ്മൾ എന്തായാലും ഇത്രയും പേരില്ലേ. അമ്മാവൻ അറിയോ, ചില സൂക്കേടിന് മുന്നിൽ ദേവഗന്ധർവന്മാർ വരെ സ്തംഭിച്ചിട്ടുണ്ട്. വിശ്വാമിത്ര മഹർഷിക്ക് വയറ്റുവേദന വന്ന കഥ കേട്ടിട്ടില്ലേ അമ്മാവൻ? ഇല്ല. ഹേയ്, ഇതാ പറയണത് പുരാണങ്ങളൊക്കെ വായിക്കണമെന്ന്. തപശക്തി കൊണ്ട് ഈ 14 ലോകങ്ങളും തന്റെ കൈവെള്ളയിലിട്ട് അമ്മാനമാടിയ ആളാണല്ലോ മഹർഷി വിശ്വാമിത്രൻ. അങ്ങേർക്കൊരു കലശലായ വയറ്റുവേദന വന്നു. അപ്പൻഡിസൈറ്റസ് ആണോ എന്നൊരു സംശയം. 33 കോടി ദേവഗണങ്ങൾക്കും വേദന ശമിപ്പിക്കാനായില്ല. പിന്നെ ഇന്ദുമോടെ രോഗം ഭേദമാക്കാൻ സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദന് പറ്റാത്തതിൽ അത്ഭുതപ്പെടാൻ വന്നിരിക്കണു. അപ്പോ വിശ്വാമിത്രന്റെ വയറ്റുവേദനയോ? ആ, ഒടുവിൽ നാരദ മുനി വന്നു മാറ്റി. ഇവിടെ പോയി നടക്കുവോ? ഇന്ദുമോളുടെ രോഗം മാറില്ലെന്നാണോ തിരുമേനി പറയണത്? മാറും. പക്ഷെ ഇവിടെ ഇങ്ങനെ വിളയാട് നടന്നാ മാറില്ല. ഏത് മാറാ രോഗവും മാറ്റുന്ന ഒരു നാടുണ്ടല്ലോ,
അവിടെ കൊണ്ടുപോയാലേ ഈ രോഗം മാറുള്ളൂ. അതെവിടെയാ? അമേരിക്ക. അയ്യോ, മുറ്റത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത അവളെ കൊണ്ട് എങ്ങനെ അമേരിക്കയിലേക്ക് പോവുക? ഏയ്, പോണോന്നില്ല, മരുന്ന് ഇങ്ങോട്ട് വരുത്തിച്ചാ മതി. മാഡോസെലിൻ എന്നൊരു മരുന്നുണ്ട് അവിടെ. ഏത് ഭ്രാന്തും നിഷ്പ്രയാസം മാറും. എന്നാ എത്രയും പെട്ടെന്ന് നിങ്ങടെ വരുത്തിച്ചാലോ? വരുത്തിക്കാം, ഒരാളെ വിട്ടാ മതി. പക്ഷെ ചെലവെന്താവുന്ന അമ്മന്റെ വിചാരം? രൂപ 4-5 ലക്ഷം അയ്യോ, വരില്ലേ? 5 ലക്ഷോ? ഉവ്വ്, 3 കുപ്പി മരുന്നാ. 2 എണ്ണം കഴിക്കുമ്പോഴേക്കും രോഗം നിശേഷം മാറും. പിന്നെ എന്തിനാ 3-ാമത്തേത് കഴിക്കണമെന്ന് ചോദിച്ചാ രോഗം പിന്നീട് ഒരിക്കലും വരാണ്ടിരിക്കാനാ. രൂപ 75,000 ഒരു കുപ്പിക്ക് വില. 75 ഗുണം 3 സമം എത്രയാ? 225. മരുന്നിന് തന്നെ വന്നേക്കണു 2.25 ലക്ഷം. പിന്നൊരു കമ്പൗണ്ടറെ 3 തവണ അമേരിക്കയിൽ അയച്ച് മരുന്ന് കൊണ്ടുവരാനുള്ള ചെലവാണ് ബാക്കി. എന്തിനാ 3 തവണ അയക്കുന്നത്? ഒരു തവണ പോയി 3 കുപ്പിയും വാങ്ങി വന്നാ പോരെ? പോരാ, ഇന്ത്യൻ കാലാവസ്ഥയിൽ ആ മരുന്ന് സൂക്ഷിക്കാൻ പറ്റില്ല, ഫലം പോകും. അപ്പപ്പ പോയി അപ്പപ്പ കൊണ്ടുവരണം. എന്ന് വെച്ചാ പോണ വിമാനത്തിൽ തന്നെ മരുന്നുമായി മടങ്ങി വരണമെന്നർത്ഥം. അതൊന്നും നടക്കില്ല തിരുമേനി. എവിടുന്ന് കിട്ടാൻ 5 ലക്ഷം? എങ്കിൽ മാറണ്ട, ഒരേ ഒരു മകളല്ലേ, ജീവിതകാലം മുഴുവൻ ഭ്രാന്തിയായിട്ട് ഇങ്ങനെ കഴിയട്ടെ. തിരുമേനി, കിഡ്നി വിറ്റ് കാശുണ്ടാക്കിയാണേലും സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്കുക. ഒരു അച്ഛനെ നിലയ്ക്ക് കിഡ്നിയാണോ മകളാണോ വലുത്? അഥവാ വല്ല പറമ്പും പണയം വെച്ച് കാശ് ഉണ്ടാക്കി തന്നെ വെക്കുക. മരുന്ന് ഫലം ചെയ്തില്ലെങ്കിലോ? ഹൈ, ഈ അമ്മാവനൊരു പൊങ്ങൻ തന്നെയാണേ. പത്രം വായിക്കാറില്ലേ? ഊട്ടിയിൽ കാക്കകളില്ല എന്ന് പറഞ്ഞ പോലെ ഈ മാഡോസിലും കണ്ടുപിടിച്ചതിന് ശേഷം അമേരിക്കയിൽ പ്രാന്തമാരില്ലാത്രേ. ഓങ്കാരനാഥാനു സന്താന സൗഭാഗ്യമേ ശങ്കരാഭരണമു എന്നല്ലേ പ്രമാണം. എന്ന് വെച്ചാ ആഭരണങ്ങൾ വിറ്റും സ്വന്തം സന്താനങ്ങളുടെ ജീവൻ രക്ഷിച്ച് സൗഭാഗ്യം കൊടുക്കുക എന്നാണ് തൈത്തിരീയോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അമ്മവാ, പിതൃധർമ്മം പാലിക്കുക, മകളെ രക്ഷിക്കുക. തൽക്കാലം ഈ വിവരമൊന്നും സ്വാമി കുഞ്ഞികൃഷ്ണാനത്തെ അറിയിക്കണ്ട. ഒക്കെ വഴിയേ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാലോ. ദാ